കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. ഓഫീസിന്റെ അടുത്തേക്ക് മാർച്ച് എത്തിയാൽ പ്രതിരോധിക്കുമെന്ന് യുവമോർച്ച വ്യക്തമാക്കി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് BJP യുവമോർച്ച പ്രവർത്തകരാണ് കേന്ദ്രമന്ത്രിയുടെ തൃശ്ശൂരിലെ ഓഫീസിന് സമീപം സംഘടിച്ചിട്ടുള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തൃശ്ശൂർ ജില്ലയിൽ നടന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം. പക്ഷേ സമാധാനത്തിലേക്ക് നീങ്ങുന്നില്ല. വീണ്ടും കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ യുവമോർച്ച BJP പ്രവർത്തകരും സംഘടിച്ചിട്ടുണ്ട്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ കൊടുക്കുന്നു. നിലവിൽ 5:30യോടെയാണ് ഈ മാർച്ച് ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഈ ഓഫീസിന് 100 മീറ്റർ അകലെ ഈ മാർച്ച് തടയാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ഒത്താശയോടെയായിരുന്നു ഈ ഒരു മാർച്ച്. പ്രവർത്തകർ ഇവിടേക്ക് എത്തി MPയുടെ ഓഫീസിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അതിൽ വലിയൊരു പ്രതിഷേധം, അത് സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വീണ്ടും ഒരു മാർച്ച് കൂടി DYFI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ മാർച്ച് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ഈ മഴയെ അതിജീവിച്ചും നിരവധി പ്രവർത്തകരാണ്, BJP പ്രവർത്തകരാണ് MPയുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകരുടെ ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എന്തായാലും DYFIയുടെ ഒരു മാർച്ച് ഇങ്ങോട്ട് വരുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എന്താണ് ഇപ്പം DYFIയുടെ ഒരു മാർച്ച് ഇങ്ങോട്ട് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് DYFIയുടെ മാർച്ച് റോട്ടിലേക്ക് വരും. സുരേഷ് ഗോപിയുടെ ബോർഡ് വിട്ട ആ മാർച്ച് ഞങ്ങൾ ഈ നിൽക്കുന്ന ആളുകൾക്ക് ജീവനുള്ളിടത്തോളം കാലത്തേക്ക് കിടക്കില്ല. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ തവണ ജനാധിപത്യ പ്രതിഷേധങ്ങളൊക്കെ അനുവദിക്കുമെന്ന തരത്തിൽ ഞങ്ങൾ ആരും ആ പ്രതിഷേധത്തിന് കാവൽ നിൽക്കാൻ ഇവിടെ വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ പോലീസിൻ്റെ ഒത്താശയോടെ, എല്ലാ പോലീസും അല്ല, പോലീസിലെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി പിന്നെ MPയുടെ ഓഫീസിൻ്റെ ബോർഡ് ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായി. അതിനുശേഷം നടന്ന മാർച്ചിൽ DYFI CPM പ്രഖ്യാപിച്ചിരുന്നു അടുത്ത തവണ കരിയോയിൽ MPയുടെ ഓഫീസിലേക്ക് ഒഴിക്കുമെന്ന്. ഞങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്, പോലീസിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്നാലും ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനെ പുറകിൽ നിന്നും തലക്കടിച്ച പോലത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ അത്തരക്കാരുള്ളത് കൊണ്ട് ഞങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഒരു അക്രമത്തിനും തടിച്ചുകൂടിയവരല്ല. MPയുടെ ഓഫീസിലേക്ക് പോലീസ് അനുവദിച്ചാലും പട്ടാളം അനുവദിച്ചാലും മന്ത്രിസഭ അനുവദിച്ചാലും MPയുടെ ഓഫീസിലേക്ക് കരിയോയിലുമായി ഒരൊറ്റ DYFI പ്രവർത്തനം കടക്കില്ല എന്നത് ഞങ്ങളുടെ ഉറപ്പാണ്. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുവരെയും മർദ്ദനമേൽപ്പിച്ച ആളാര്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നത് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആരാധ്യരായിട്ടുള്ള നേതാക്കൾ ശ്രീ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിലും വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം ആശുപത്രിയിൽ നിന്നും മോചിതനായ ഉടനെ തന്നെ നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും DIGക്കും DGPക്കും ആ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുമുള്ള നടപടികൾ അദ്ദേഹത്തിനെതിരെ എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിൽ പോലീസ് കൃത്യമായി നിയമപരമായും ഡിപ്പാർട്ട്മെന്റലായും ഇടപെടലുകൾ നടത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിനോ വ്യക്തി താല്പര്യത്തിനോ വേണ്ടി സംരക്ഷിക്കാനാണ് പോലീസ് മുതിരുന്നതെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായും അത് തന്നെയാണ്. നിരവധി പ്രവർത്തകരാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നതിലും DYFIയുടെ ഒരു മാർച്ച് ഇങ്ങോട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. MPയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, പോലീസ് 100 മീറ്റർ അകലെ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഈ ഒരു പ്രതിഷേധം തടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ MP ആയി അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ആ വിജയത്തെ അംഗീകരിക്കാൻ കഴിയാത്ത നികൃഷ്ടമായ മനസ്സുള്ള ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ആ ജയിച്ച തിരഞ്ഞെടുപ്പ് സമയം മുതൽ ആരോപിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇന്നിപ്പോൾ അവരെത്തി നിൽക്കുന്നത് വ്യാജ ആരോപണങ്ങളിലാണ്. ഈ ആരോപണങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി അവർ അതിക്രമത്തിലേക്കും അക്രമങ്ങളിലേക്കും കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് വന്ന മാർച്ചിൽ ആ മാർച്ചിനെ പോലീസ് അപ്പുറത്ത് വെച്ച് തടഞ്ഞപ്പോൾ അതിൽ നിന്നും ചില ആളുകൾ മാത്രം വന്നുകൊണ്ട് ഇവിടെ ഈ MP ഓഫീസിൻ്റെ ബോർഡിന് നേരെയുള്ള അക്രമം നടത്തിയത്. ഇത്തവണ അത്തരത്തിൽ അക്രമങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്.
ജനങ്ങൾ ഒരു കാരണവശാലും ഇനിയൊരു ആക്രമം, ഇനിയൊരു ആരോപണം ബഹുമാനപ്പെട്ട അവരുടെ എല്ലാം സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ നേരെ അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഇത്രയും ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ BJP പ്രവർത്തകരുണ്ട്, സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. ഇവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള രീതിയിലേക്കുള്ള സമരമുറയെ അതിനെ തടയിടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആളുകളാണിത്. ഇവരുടെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രിയപ്പെട്ട MP സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വലിയ ഒരു സുരക്ഷാ സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ പാളിച്ച അത് വലിയ പേരുദോഷം പോലീസിന് ഉണ്ടാക്കിയിരുന്നു. രണ്ട് വിഷയങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി പോലീസിന് പേരുദോഷം ഉണ്ടാകേണ്ടി വന്നത്. ഒന്ന്, ഈ DYFI പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞില്ല. അത് കൃത്യമായി തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ള ഒരു ഗുരുതരമായുള്ള ആരോപണമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷന് നേരെ ക്രൂരമായ അക്രമം ഉണ്ടാകുന്നു. തലയ്ക്ക് ലാത്തി അടിക്കുന്ന ഒരു സമീപനം ഒക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ വിഷയത്തിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് മറികടന്നുകൊണ്ട് കൃത്യമായ ഒരു സുരക്ഷയൊരുക്കി ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സുരക്ഷ ഒരുക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്.